ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്ലാസിക്കൽ ഇക്വിലിബ്രിയം മോഡൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ഇതിൽ മെയിനായിട്ട് 7 ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 3 ഭവിഷ്യ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 4ാമത്തെ ഇംപ്ലിക്കേഷൻ മുതലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. Fourth implication, favorable supply side effect. If the tax cut were simply a lump sum one, then it would have only demand side effect. അതായത് ടാക്സ് കട്ട് വെറും ഒരു വാല്യൂ മാത്രമാണെങ്കിൽ അതെന്താണ് ഡിമാൻഡ് സൈഡിനെ മാത്രമേ എഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. ബട്ട് ഇഫ് ദ ടാക്സ് കട്ട് വെർ ഇൻ ദ ഫോം ഓഫ് റെഡ്യൂസ്ഡ് ഇൻകം ടാക്സ് റേറ്റ് ഇൻ ദ ക്ലാസിക്കൽ മോഡൽ, then it would have a favorable incentive effect on the supply of labor. ക്ലാസിക്കൽ മോഡലിൽ ഇൻകം ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഫോമിലാണ് ടാക്സ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് സപ്ലൈ ഓഫ് ലേബറിന് ഒരു ഇൻസെൻറ്റീവ് ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. ആൻഡ് ഇൻ ദിസ് കേസ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് അഗ്രിഗേറ്റീവ് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. ഈ ഒരു കേസിൽ എന്താണ് എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ അഗ്രിഗേറ്റീവ് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഇത് നമ്മൾ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തത്. In figure 1a, illustrate the effect of a cut in the marginal income tax rate 40% to 20% in the context of classical model. അതായത് ക്ലാസിക്കൽ മോഡലിൻ്റെ പശ്ചാത്തലത്തിൽ മാർജിനൽ ഇൻകം ടാക്സ് റേറ്റ് 40%-ൽ നിന്ന് 20% കുറച്ചതിൻ്റെ എഫക്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഫിഗറിൽ നോക്കിയാൽ കാണാം. ഇനി ഈ ഫിഗറിനെ നമ്മൾ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും. പാർട്ട് എയിൽ നമ്മൾ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ചേഞ്ചസ് ഇൻ ദ മാർജിനൽ ഇൻകം ടാക്സ് റേറ്റ്. ആൻഡ് ഇതിൽ എക്സ് ആക്സിസിൽ എംപ്ലോയ്മെൻറ്റും വൈ ആക്സിസിൽ റിയൽ വേജ് റേറ്റുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ പാർട്ട് ബിയിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു കർവാണുള്ളത്. സോ അതിൽ എക്സ് ആക്സിസിലെ എംപ്ലോയ്മെൻറ്റും വൈ ആക്സിസിലെ ഔട്ട്പുട്ടിനുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇൻ പാർട്ട് എ in part a cut in the marginal income tax rate from 0.40 to 0.20 increases the after tax real wage for a given value of the pre-tax real wage. അതായത് മാർജിനൽ ഇൻകം ടാക്സ് റേറ്റിൻ്റെ കുറവ് ടാക്സിന് മുമ്പുള്ള റിയൽ വേജിൻ്റെ ഒരു നിശ്ചിത വാല്യൂവിന് ശേഷമുള്ള ടാക്സ് റിയൽ വേജ് ഇൻക്രീസിന് കാരണമാകുന്നു. As a result, the labor supply curve shifted to the right and equilibrium employment rises from L0 to L1. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ പാർട്ട് എയിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രകാരം ലേബർ സപ്ലൈ കർവ്, അതാണ് ഈ LS എന്ന് പറയുന്നത്, അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് നമുക്ക് കാണാം. LSൽ നിന്ന് 0.40ൽ നിന്ന് 0.20 ആകുമ്പോൾ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ആൻഡ് ഇക്വിലിബ്രിയം എംപ്ലോയ്മെൻറ്റ് റൈസസ് ഫ്രം L0 to L1. ഇക്വിലിബ്രിയം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം L0 ആയിരുന്നു, അത് L0ൽ നിന്ന് L1ലേക്കായിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻ ഇറ്റ്സ് turn leads to an increase in output in the classical model through the production function. അപ്പോൾ ഇതെന്താണ് ക്ലാസിക്കൽ മോഡലിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ ഔട്ട്പുട്ടിന് ഇൻക്രീസ് ആകാൻ കാരണമാകുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നത്. ദെൻ the end result is a rightward shift of the vertical aggregative supply curve as shown in figure 2. എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അഗ്രിഗേറ്റീവ് സപ്ലൈ കർവിൻ്റെ റൈറ്റ്വേർഡ് ഷിഫ്റ്റിന് മാറ്റമാണ്. റൈറ്റ്വേർഡ് ഷിഫ്റ്റിലുണ്ടാകുന്ന മാറ്റമാണ്. അതാണ് ഫിഗർ 2 ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ കാണിക്കുന്നത്. ദെൻ since output is supply determined, a rightward shift of the aggregative supply curve from YS to YS leads to an increase in the output from Y0 to Y1. അപ്പോൾ ഇവിടെ YS എന്ന് പറയുന്നത് ഫസ്റ്റത്തെ YS റെപ്രസെൻ്റ് ചെയ്യുന്നത് ടാക്സ് റേറ്റ് ഓഫ് 40%, സെക്കൻഡ് YS ടാക്സ് റേറ്റ് ഓഫ് 20%-മാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ
സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വൈ എസിൽ നിന്നും വൈ എസിലേക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയും അത് എന്താ പറയുക ഔട്ട്പുട്ട് Y0 നിന്ന് Y1 ഇൻക്രീസിന് കാരണമാവുകയും ചെയ്യുന്നു. Since the aggregate demand curve is a downward sloping, the general price level falls from P0 to P1. അപ്പോൾ ഇതിൽ കാണാം അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് YD0 എന്നുള്ളതാണ്. അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ജനറൽ പ്രൈസ് ലെവൽ P0 നിന്ന് P1 ഫോൾ ചെയ്യുന്നു. Thus, in the classical model, where the level of aggregate demand remains changed because it is determined by the money supply, there is only movement along the aggregate demand curve, no shift of the curve. അതായത് അങ്ങനെ ക്ലാസിക്കൽ മോഡലിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലെവലിന് ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതിനാൽ അത് മണി സപ്ലൈനെ കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കർവിന് എന്താണ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് സപ്ലൈ ഡ്യൂ ടു എ ടാക്സ് കട്ട് ആൻഡ് ഫോൾ ഇൻ റിയൽ വേജ് ലീഡ്സ് ടു എ ഫോൾ ഇൻ ദ പ്രൈസ് ലെവൽ. അപ്പോൾ ടാക്സ് കട്ടും റിയൽ വേജിലെ കുറവും കാരണം അഗ്രിഗേറ്റീവ് സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ എന്താണ് കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർത്ത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേവറബിൾ സപ്ലൈ സൈഡ് എഫക്റ്റ് ആണ്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ടാക്സ് കട്ട് വെറും ഒരു തുകയാണെങ്കിൽ അത് ഡിമാൻഡ് സൈഡിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുകയുള്ളൂ. പക്ഷേ ക്ലാസിക്കൽ മോഡലിൽ ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ടാക്സ് കട്ട് നടത്തുന്നതെങ്കിൽ അത് ലേബർ ഓഫ് സപ്ലൈ കർവിന് ഇൻസെൻറ്റീവ് ആവും. എന്നാൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് ആയിരിക്കും. അത് രണ്ട് ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മണി എന്നുള്ളതാണ്. ഇൻ വൺ സെൻസ് മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ക്ലാസിക്കൽ മോഡൽ. ഇപ്പോൾ ക്ലാസിക്കൽ മോഡലിൽ മണി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇൻ അനദർ സെൻസ് ഇറ്റ് ഹാസ് ന്യൂട്രൽ എഫക്റ്റ് ഓൺ ദ കീ മാക്രോ എക്കണോമിക് വേരിയബിൾ. അപ്പോൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക് വേരിയബിളിൽ ഒരു ന്യൂട്രൽ എഫക്റ്റാണ് മണി എന്ന് പറയുന്നത്. In the classical system, the quantity of money determines general price level and for a given real income, the level of nominal income. അതായത് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ക്വാണ്ടിറ്റി ഓഫ് മണി ജനറൽ പ്രൈസ് ലെവലിനെയും ഗിവൺ റിയൽ ഇൻകത്തിന് നോമിനൽ ഇൻകത്തിൻ്റെയും നിലവാരത്തെ ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. In this sense, monetary policy is a potent instrument of classical macroeconomic. ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്കിൻ്റെ ഒരു ശക്തമായ ഇൻസ്ട്രുമെൻ്റ് ആണ്. So, the stability of money supply is important for ensuring price level stability. If M rises, P will also rises proportionately. അപ്പോൾ അതിനാൽ പ്രൈസ് ലെവൽ ഉറപ്പാക്കാൻ മണി സപ്ലൈൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എം റൈസ് ചെയ്യുമ്പോൾ പിയും പ്രൊപ്പോർഷണലായിട്ട് റൈസ് ചെയ്യും. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മണിനെ കുറിച്ചാണ് ഇംപ്ലിക്കേഷൻ 5 പറഞ്ഞത്. അപ്പോൾ മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിക്കൽ മോഡലിലും. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക് വേരിയബിളിൽ ഒരു ന്യൂട്രൽ എഫക്റ്റ് കൂടിയാണ്. ദെൻ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ജനറൽ പ്രൈസ് ലെവലിനെയും ഗിവൺ റിയൽ ഇൻകത്തിൻ്റെ നോമിനൽ ഇൻകത്തിൻ്റെയും നിലവാരത്തെ നിർണ്ണയിക്കാൻ ക്വാണ്ടിറ്റി ഓഫ് മണി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്കിൻ്റെ ഒരു ശക്തമായ ഇൻസ്ട്രുമെൻ്റ് ആണെന്നും പ്രൈസ് ലെവൽ ഉറപ്പാക്കാൻ മണി സപ്ലൈൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്നുമാണ് പറയുന്നത്. ദെൻ സിക്സ്ത് ഇംപ്ലിക്കേഷനാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി. In another sense, money is a whale in the classical model. വെയിൽ എന്ന് പറഞ്ഞാൽ മൂടുപടം എന്നാണ് അർത്ഥം. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ മണി എന്ന് പറയുന്നത് ക്ലാസിക്കൽ മോഡലിലെ ഒരു വെയിലാണ്, മൂടുപടമാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻ്റ്. അതെന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡസ് നോട്ട് എഫക്ട് ദ ഇക്വിലിബ്രിയം വാല്യൂസ് ഓഫ് എനി ഓഫ് ദ റിയൽ വേരിയബിൾസ് വൈസ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ക്വാണ്ടിറ്റി ഓഫ് മണി എന്തെങ്കിലും റിയൽ വേരിയബിൾസിൻ്റെ ഇക്വിലിബ്രിയം വാല്യൂസിനെ ബാധിക്കില്ല. അതായത് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് പോലുള്ള ഇക്വിലിബ്രിയം റിയൽ വേരിയബിൾസിനെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് മണി ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ളതിനെ ഇത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്.
In the classical model, employment and output are supply determined. The theory of equilibrium interest rate is also a real theory, not a monetary theory. അപ്പോൾ ക്ലാസിക്കൽ മോഡലിൽ എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് എന്നിവ സപ്ലൈ നിർണ്ണയിക്കുന്ന ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സപ്ലൈ നിർണ്ണയിക്കുന്നു, അതായത് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ തിയറിയാണ്, അല്ലാതെ മോണിറ്ററി തിയറി അല്ല. While discussing the equilibrium rate of interest, the classicist did not make any mention of the quantity of money. ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാസിക്കുകൾ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് മണീനെ കുറിച്ചിട്ട് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇൻ ദ ക്ലാസിക്കൽ മോഡൽ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ റിയൽ ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് ത്രിഫ്റ്റ്, സച്ച് എസ് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, റിയൽ സേവിങ് ആൻഡ് ദ റിയൽ വാല്യൂ ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്. ക്ലാസിക്കൽ മോഡലിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, റിയൽ സേവിങ്, റിയൽ വാല്യൂ ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ് എന്നിവ പോലുള്ള പ്രൊഡക്ടിവിറ്റി ആൻഡ് ത്രെഫ്റ്റിൻ്റെ റിയൽ ഫോഴ്സസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ അടുത്തത് 7th ഇംപ്ലിക്കേഷനാണ്, അതായത് ലാസ്റ്റ് ഇംപ്ലിക്കേഷൻ, ക്ലാസിക്കൽ ഡിക്കോട്ടമി. ഡ്യൂ ടു neutrality of money, there is a dichotomy between the factors determining real and nominal variables. മണിയുടെ ന്യൂട്രാലിറ്റി കാരണം റിയൽ ആൻഡ് നോമിനൽ വേരിയബിൾസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് തമ്മിൽ ഒരു ഡിക്കോട്ടോമി ഉണ്ട്. ഇൻ ദ ക്ലാസിക്കൽ തിയറി, റിയൽ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ റിയൽ വേരിയബിൾസ്. എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് പ്രൈമർലി ഓൺ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ, ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ടെക്നോളജി. ക്ലാസിക്കൽ തിയറിയിൽ റിയൽ ഫാക്ടേഴ്സ് റിയൽ വേരിയബിൾസിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും പ്രധാനമായും എന്താണ്, സൈസ് ഓഫ് പോപ്പുലേഷൻ, ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ടെക്നോളജി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ത്രെഫ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് ത്രെഫ്റ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ മോണിറ്ററി ഫാക്ടേഴ്സ്, ദ ഡിമാൻഡ് ഫോർ ദ സപ്ലൈ money, അതായത് such as the demand for and the supply of money, do not play any role in determining these real quantities. ബട്ട് ഈ റിയൽ ക്വാണ്ടിറ്റീസ് നിർണ്ണയിക്കുന്നതിൽ മോണിറ്ററി ഫാക്ടേഴ്സിന് ഒരു റോളും ഇല്ല. ഇൻ ഷോർട്ട്, മണി ഡിറ്റർമൈൻസ് only the normal values in which quantities are measured, but it has no effect on real quantities such as employment, output and interest rate. എന്നാൽ എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങിയവ റിയൽ ക്വാണ്ടിറ്റീസിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്നാണ് 7th ഇംപ്ലിക്കേഷനിൽ പറയുന്നത്. സോ 6th ഇംപ്ലിക്കേഷനിൽ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ക്ലാസിക്കൽ മോഡലിൽ മണി എന്ന് പറയുന്നത് ഒരു മൂടുപടമാണെന്ന് പറഞ്ഞു. അതിൽ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡസ് നോട്ട് എഫക്റ്റ് ഇക്വിലിബ്രിയം വാല്യൂസ് ഓഫ് എനി റിയൽ വേരിയബിൾസ്. ക്വാണ്ടിറ്റി ഓഫ് മണി ഒരിക്കലും റിയൽ വേരിയബിൾസിൻ്റെ ഇക്വിലിബ്രിയം വാല്യൂസിനെ ബാധിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ 7th ഇംപ്ലിക്കേഷൻ, ക്ലാസിക്കൽ ഡിക്കോട്ടമി. അതിൽ മണിയുടെ ന്യൂട്രാലിറ്റി കാരണം റിയൽ ആൻഡ് നോമിനൽ വേരിയബിൾസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് തമ്മിലൊരു ഡിക്കോട്ടമി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ദെൻ നമ്മൾ ഇത്രയും പറഞ്ഞത് 4th ഇംപ്ലിക്കേഷൻ മുതലാണ് പറഞ്ഞത്. 4th ഇംപ്ലിക്കേഷൻ എന്തായിരുന്നു, ഫേവറബിൾ സപ്ലൈ സൈഡ് എഫക്റ്റ്. 5th വൺ ഇമ്പോർട്ടൻസ് ഓഫ് മണി. 6th വൺ ന്യൂട്രാലിറ്റി ഓഫ് മണി ആൻഡ് 7th വൺ ക്ലാസിക്കൽ ഡിക്കോട്ടമി. അതിൽ 4th വൺ മാത്രമാണ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്, കുറച്ച് സിമ്പിളാണ്, ബാക്കി എല്ലാതും. ദെൻ ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവാണ്. The classical general equilibrium model aims to describe the economy by aggregating the behavior of individual and firms. The classical model assumes that traditional supply and demand analysis is the best approach to understanding labor market. Here we discussed about the 7 main implications of the classical equilibrium model, and the implications are onodi physical policy, crowding out effect, neutral demand side,
effect of tax policy, favorable supply side effect, importance of money, neutrality of money and classical dichotomy. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെയും ഫോംസിൻ്റെയും ബിഹേവിയറിനെ അഗ്രിഗേറ്റ് ചെയ്യുന്ന എക്കോണമിയെ വിവരിക്കുക എന്നതാണ് ക്ലാസിക്കൽ ജനറൽ ഇക്വിലിബ്രിയം മോഡലിൻ്റെ എയിം എന്ന് പറയുന്നത്. ദെൻ ഇതിലൊരു അസംഷനായിട്ട് പറയുന്നത് ട്രഡീഷണൽ സപ്ലൈയും ഡിമാൻഡ് അനാലിസിസുമാണ് ലേബർ മാർക്കറ്റ് മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച അപ്രോച്ച് എന്നാണ് ക്ലാസിക്കൽ മോഡൽ അസ്യൂം ചെയ്യണത് എന്നും പിന്നെ നമ്മൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസാണ് ഇതിൽ പറഞ്ഞത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.